ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ മാസത്തിലുള്ള എക്സാം ഏതൊക്കെയെന്നാണ്. കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 2 എക്സാമുകളാണ് നമുക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കാറ്റഗറി നമ്പർ വരുന്നത് കാറ്റഗറി നമ്പർ 706/2025 ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്, കേരള വാട്ടർ അതോറിറ്റിയിലാണ്. അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് 16-ാം തീയതിയാണ്. ഓക്കെ, സെപ്റ്റംബർ 16-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വരുന്നത്. ഇനി അതിന്റെ കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12/7 ആണ്. ഓക്കെ, ജൂലൈ 12-ാം തീയതിയാണ് കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാം ആണ് കാറ്റഗറി നമ്പർ 885/2025. അത് ട്രേഡ്സ്മാൻ മേസണറി ആണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. അതിന്റെയും എക്സാം സെപ്റ്റംബർ 23-ാം തീയതിയാണ് നടക്കുന്നത്. അതിന്റെയും കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12/7 ആണ്. ജൂലൈ 12-ാം തീയതിയാണ് കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമുമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നമുക്കുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ജൂൺ എക്സാം ഉണ്ട്, ജൂൺ 30-ാം തീയതി എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ജൂലൈയിൽ എക്സാം ഉണ്ട്. അതുപോലെ ഓഗസ്റ്റിലും എക്സാം ഉണ്ടല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മന്തിൽ നമുക്ക് എക്സാമുകൾ വരികയാണ്. ഓഗസ്റ്റിൽ എക്സാം ഉണ്ട്, അടുത്തിപ്പോൾ സെപ്റ്റംബറിലും എക്സാം ഉണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് എക്സാമുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ആരും പഠിക്കുന്നത് ബ്രേക്ക് ആവരുത്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക. അതുപോലെ നമ്മുടെ ഓവർസിയർ എക്സാമുകൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് ക്വിക്ക് റിവിഷൻസ്, കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ക്വിക്ക് റിവിഷൻസ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കുറേയധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഒരു ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓവർസിയർ എല്ലാ ഫസ്റ്റ് ഗ്രേഡ് ആയാലും സെക്കൻഡ് ഗ്രേഡ് ആയാലും തേർഡ് ഗ്രേഡ് ആയാലും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് PVQ ആൻഡ് MCQ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും പുതിയ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആയാലും കുറേയധികം ക്വസ്റ്റ്യൻസ് അതിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് പരമാവധി യൂസ്ഫുൾ ആക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുന്നത് പോലെ ആരും ബ്രേക്ക് എടുക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നമുക്ക് എക്സാമുകൾ വരാനുണ്ട്. ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലുള്ള എക്സാമുകളൊക്കെ ഡേറ്റൊക്കെ നമുക്കറിയാം, ഏതൊക്കെ എക്സാമാണ് നമുക്കുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് പഠിച്ച് തീർക്കാൻ നോക്കുക. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് കുറേയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.